സർ, ഐ ടി പാർക്കുകളും ഐ ടി കോറിഡോർ പ്രോജക്റ്റും. കണ്ണൂർ ഐ ടി പാർക്ക്. സർ, കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ ക്യാമ്പസിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നതിനായി 293.22 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. സർക്കാരിൽ നിന്നും പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സർ, ഈ ബജറ്റിൽ ഐ ടി പാർക്കുകളുമായി ബന്ധപ്പെട്ട 2 പൈലറ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും. കിഫ്ബി വിഭാവനം ചെയ്യുന്ന റവന്യൂ ജനറേറ്റിംഗ് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവ പ്രഖ്യാപിക്കുന്നത്. ഐ ടി പാർക്ക് കൊല്ലം. സർ, കൊല്ലം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രയോജനപ്പെടുത്തി കൊല്ലം നഗരത്തിലൊരു ഐ ടി പാർക്ക് സ്ഥാപിക്കും. കിഫ്ബിയും കിറ്റ്ഫ്രയും കൊല്ലം കോർപ്പറേഷനും തമ്മിൽ ഏർപ്പെടുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഐ ടി പാർക്ക് പദ്ധതിക്ക് രൂപം നൽകുന്നത്. 2025-26 ആദ്യഘട്ട പാർക്ക് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർ, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന കാര്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് വരുമാനമുണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ആത്മവിശ്വാസം നൽകുന്ന പൈലറ്റ് പദ്ധതിയാണ്. കൊട്ടാരക്കരയിലെ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിൽ ഒരു ഐ ടി പാർക്ക് സ്ഥാപിക്കും. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൗകര്യമുള്ള 97,370 ചതുരശ്ര അടി ബിൽട്ടപ്പ് ഏരിയയോട് കൂടിയതാണ് നിർദ്ദിഷ്ട ഐ ടി പാർക്ക്. സർ, ഈ മാതൃകകളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2 വർഷങ്ങളിൽ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 100 പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ പരിപാടി തയ്യാറാക്കുന്നതാണ്. സർ, മുനിസിപ്പൽ ബോണ്ടുകൾ വഴി ഫണ്ട് സമാഹരിക്കാനും റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ നിക്ഷേപം നടത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ കഴിയും. ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സീഡ് മണിയായി 100 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം പശ്ചാത്തല സൗകര്യങ്ങൾ. ഹോട്ടൽ ശൃംഖലകളും മൈസ് ടൂറിസവും. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യയുടെ കടന്നുവരവോടെ ആളുകളുടെ തൊഴിൽ സമയത്തിൽ കുറവുണ്ടാകുന്നുവെന്ന് പഠനം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ യാത്രകൾ ചെയ്യാൻ ആളുകൾക്ക് സമയം ലഭിക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് ഉണർവാകും. വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം നിലവാരമുള്ള ഹോട്ടൽ മുറികളുടെ ലഭ്യതയാണ്. സർ, ഇടത്തരക്കാരും വൻകിടക്കാരുമായ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള ഹോട്ടൽ മുറികളുടെ അപര്യാപ്തത സംസ്ഥാനത്തുണ്ട്. ഹോട്ടൽ ക്ലസ്റ്ററുകൾ സംസ്ഥാനത്ത് കൂടുതൽ സജ്ജമാക്കേണ്ടതുണ്ട്. സർ, മൈസ് ടൂറിസത്തിൻ്റെ ഭാഗമായി മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്, വൻകിട കൺവെൻഷൻ സെൻ്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻ്ററുകളും വികസിപ്പിക്കും. സർ, ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ വരെ വായ്പ നൽകുന്നതിനുള്ള പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും. ഈ പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിന് 20 കോടി ഈ വർഷം വകയിരുത്തുന്നു. സാംസ്കാരിക രംഗത്ത് കേരളത്തിൻ്റെ യശസ് വളരെയേറെ ഉയർത്തിയ കൊച്ചിസ് മുസിരിസ് ബിനാലയുടെ 2025-26 എഡിഷനായി 7 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെ ഹോംസ്. സർ, കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭമാണ് കെ ഹോംസ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിൻ്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. സർ, കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കേരളവും. ഉന്നത വിദ്യാഭ്യാസം മികവിൻ്റെ കേന്ദ്രങ്ങൾ. സർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരള, MG, കുസാറ്റ് സർവകലാശാലകൾ 2021 മുതൽ ആദ്യ 50 സ്ഥാനം നിലനിർത്തി വരുന്നു. 2024 റാങ്കിംഗ് പ്രകാരം കേരള സർവകലാശാല 21-ാമതും കുസാറ്റ് 34-ാമതും MG സർവകലാശാല 37-ാമതുമാണ്. സർ, മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പശ്ചാത്തല സൗകര്യ വികസനം നന്നായി പുരോഗമിച്ചു വരുന്നു. അന്താരാഷ്ട്ര ഹോസ്റ്റലിൻ്റെയും ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻ്ററുകളുടെയും നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 3 സർവകലാശാലകൾ മികവിൻ്റെ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകി കഴിഞ്ഞു. സർ, കുസാറ്റിലെ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 69 കോടി രൂപയും MG സർവകലാശാലയിൽ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 62 കോടിയും കേരള സർവകലാശാലയിൽ താണു പത്മനാഭൻ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് സ്ഥാപിക്കുന്നതിന് ഭരണാനുമതിയും നൽകി കഴിഞ്ഞു. സർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 7 മികവിൻ്റെ കേന്ദ്രം കൂടി സ്ഥാപിക്കാൻ ഭരണാനുമതി നൽകി കഴിഞ്ഞു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്. 2 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. 3 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട്
ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. 4 കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. 5 സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ. 6 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാലിറ്റി. 7 കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. സർ, സർവകലാശാലയുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും മേൽപ്പറഞ്ഞ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആദ്യഘട്ടമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗവേഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം എന്നീ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ ഗവേഷണശേഷി വർദ്ധിപ്പിക്കാനും നവ ആശയങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും സജ്ജമാക്കും. 5 വർഷ കാലയളവിനുള്ളിൽ ഈ സ്ഥാപനങ്ങൾക്ക് യഥാക്രമം 2535 ലക്ഷം, 1862 ലക്ഷം, 1399.84 ലക്ഷം, 1656.98 ലക്ഷം എന്നിങ്ങനെ സാമ്പത്തിക വിഹിതം അനുവദിക്കും. ഗ്രീൻ ഹൈഡ്രജൻ വാലി. സർ, ലോകത്ത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ ഉപയോഗം വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. സമൃദ്ധമായ ജലവും സൂര്യപ്രകാശവും ലഭ്യമായ നമ്മുടെ നാട്ടിൽ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് അനുകൂലമായ സാഹചര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈഡ്രജൻ വാലി എന്ന വിപുലമായ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കും. ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ നിർവഹണത്തിനായി ഒരു കമ്പനി രൂപീകരിക്കും. സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, ബയോ എത്തനോൾ. സർ, പെട്രോളിലും ഇതര ഇന്ധനങ്ങളിലും 25% ജൈവ ഇന്ധനം ചേർക്കാനുള്ള തീരുമാനം രാജ്യത്ത് നടപ്പിലാവുകയാണ്. കേരളത്തിൽ ഭാവിയിൽ പ്രതിവർഷം 6000 മുതൽ 10000 കോടി രൂപയുടെ വരെ എഥനോൾ ആവശ്യമായി വരും. ഇത് സംസ്ഥാനത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ വരുമാനം ലഭിക്കും. കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകാനാവും. ഈ മേഖല പ്രോത്സാഹിപ്പിക്കാനും ഗവേഷണത്തിലൂടെ ചെലവ് കുറഞ്ഞ ഉൽപ്പാദന രീതി വികസിപ്പിക്കാനും നടപടി സ്വീകരിക്കും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഗവേഷണ പിന്തുണയ്ക്കുമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, സയൻസ് പാർക്ക്. സംസ്ഥാനത്ത് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് 22-23 ബജറ്റിലെ ഒരു പ്രധാന പ്രഖ്യാപനമായിരുന്നു. കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടായി സർവകലാശാലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സയൻസ് പാർക്കുകൾ വിഭാവനം ചെയ്തിരുന്നത്. കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഉള്ള സയൻസ് പാർക്കുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സർ, ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ സ്ഥിരം ക്യാമ്പസിൻ്റെ വികസനത്തിനായി 212 കോടി രൂപ വകയിരുത്തുന്നു. GPU ക്ലസ്റ്ററുകൾ. സർ, 850 കോടി രൂപ ചെലവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഓപ്പൺ AI-യുടെ GPT-4 മോഡലിനെ വെല്ലുവിളിച്ചുകൊണ്ട് 50 കോടി രൂപ ചെലവിൽ ഡീപ്സീക്ക് എന്ന ഒരു ചെറിയ ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത AI മോഡൽ സംബന്ധിച്ച വാർത്തകൾ നാം എല്ലാവരും വായിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, AVGC മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ അനുവദിക്കുന്നു. സർ, ഏജൻറ്റിക് ഹാക്കത്തോൺ. വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സാധ്യമാക്കുന്ന സാങ്കേതികവിദ്യ ഏജൻറ്റിക് AI വികസിപ്പിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു ഏജൻറ്റിക് ഹാക്കത്തോൺ സംഘടിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച 5 ഏജൻറ്റുകൾ നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ വീതം സഹായം നൽകുന്നതിനായി സ്റ്റാർട്ടപ്പ് മിഷന് 1 കോടി രൂപ അനുവദിക്കുന്നു. ഫ്രീഡം സ്ക്വയർ. സർ, വിവിധ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളെ ജില്ലാതലത്തിൽ കോർത്തിണക്കി ഇൻ്റർ ഡിസിപ്ലിനറി സഹകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവിഷ്കരിക്കുന്ന പുതുതലമുറ പരീക്ഷണ തൊഴിൽശാലകളാണ് ഫ്രീഡം സ്ക്വയർ. ഈ പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. ചെറുപട്ടണത്തിലെ സംരംഭകർ. സർ, സുൽത്താൻ ബത്തേരിയിലെ ഓൺയൂ, ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ടെക്ജൻഷ്യ, അരീക്കോട് നിന്നുള്ള ഇൻ്റർവെൽ, ചാലക്കുടിയിലെ ജോബൻ ആൻഡ് ജിസ്മി തുടങ്ങി കേരളത്തിലെ ഗ്രാമീണ മേഖലകളിലും ചെറുപട്ടണങ്ങളിലും വിജയകരമായി പ്രവർത്തിക്കുന്ന IT കമ്പനികൾ കേരളത്തിൽ നിരവധിയുണ്ട്. സർ, അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളും മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സംരംഭകരുടെ എണ്ണവും വർദ്ധിക്കുന്നു. പാലക്കാട്ടെ ജയോൺ ഇംപ്ലാന്റ്സ്, KV സർജിക്കൽസ്, മാങ്ങാട്ടുപറമ്പിലെ പാപ്പുവാൻ ഗ്ലോബൽ, മാവേലിക്കരയിലെ ബിയോണ്ട് സ്നാക്സ് ഇവയെല്ലാം കേരളത്തിലെ നവസംരംഭകരുടെ നേർക്കാഴ്ചയാണ്. ഇതുപോലെ എടുത്തു പറയാവുന്ന നിരവധി സംരംഭകർ കേരളത്തിലുണ്ട്. സർ, പ്രശസ്ത IT കമ്പനിയായ സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചു. 250 പേർക്ക് തൊഴിലെടുക്കാവുന്ന അവരുടെ IT പാർക്ക് 2025 ഏപ്രിൽ മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സർ, കേരളത്തിലെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും IT അനുബന്ധ വ്യവസായങ്ങൾ വിജയകരമായി നടന്നു വരുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. എക്സ്പാൻഡ് യുവർ ഓഫീസ്, EO. സർ, സ്വന്തമായി ഭൂമി കൈവശമുള്ളതും 100-ൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം നൽകാൻ കഴിയുന്നതും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നതുമായ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ MSME സ്ഥാപകന് സ്വന്തം ഭൂമിയിൽ കോവർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കാൻ സർക്കാർ 10 കോടി രൂപ വരെ 5% പലിശയിൽ വായ്പ നൽകും.
ഇങ്ങനെ സ്ഥാപിക്കുന്ന കോവർക്കിംഗ് സ്പേസുകളുടെ 90% 2 വർഷങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ചു തുടങ്ങുകയും ആനുപാതികമായ തൊഴിലുകൾ സൃഷ്ടിക്കുകയും ചെയ്താൽ പലിശയുടെ ഒരു ഭാഗം കൂടി ഇളവ് ചെയ്തു കൊടുക്കും. ഈ പദ്ധതിയുടെ പലിശ ഇളവിനായി ഈ വർഷം KFCക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. മുനിസിപ്പൽ ബോണ്ടുകൾ. സർ, നഗരതദ്ദേശ സ്ഥാപനങ്ങൾക്കും നഗരതദ്ദേശ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മകൾക്കും മുനിസിപ്പൽ ബോണ്ടുകൾ, ഗ്രീൻ ബോണ്ടുകൾ, പൂൾഡ് മുനിസിപ്പൽ ബോണ്ടുകൾ എന്നിവയുടെ 1000 കോടി രൂപയുടെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. IT പാർക്കുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ, റോഡ് നിർമ്മാണം, മാലിന്യ സംസ്കരണം, ജലവിതരണം തുടങ്ങി ഉള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് സാധിക്കും. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതി. സർ, കൊച്ചിയിലെ നഗരപ്രദേശങ്ങളെ ആസൂത്രിതവും സജീവവും ഊർജ്ജസ്വലവുമായ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഭൂമി പുനഃക്രമീകരണമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ദ്വീപുകൾ ഒഴികെ ഏകദേശം 210 ഹെക്ടർ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കും. കേരളത്തിലെ മറ്റു നഗരപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, സഹകരണ ഭവന പദ്ധതി. സർ, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി വളരെ വിപുലമായ ഒരു സഹകരണ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. സർ, നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ നഗരങ്ങളിൽ 1,00,000 ഭവനങ്ങളെങ്കിലും നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഈ പദ്ധതി. വലിയ തോതിൽ സർക്കാർ ജീവനക്കാർക്കും ഈ പദ്ധതി സഹായകരമാവും.